ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നമ്മളെ ഹൈഡ്രോ കാർബൺസിൻ്റെ പാർട്ട് 5 ഈ ഒരു 4 കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാഠത്തിനെ തീർത്ത് കളയാം. ലെറ്റ്സ് ജസ്റ്റ് എൻഡ് ദിസ് ചാപ്റ്റർ ഫോർ ഗുഡ്. അപ്പോൾ നമ്മൾ ബെൻസീൻ ഇനി 4 കോമ്പൗണ്ട് ആക്കി മാറ്റണം. ഫസ്റ്റത്തെ എന്താണ് നമ്മുടെ കലാപരിപാടി ആരാ? യെസ്, ഫസ്റ്റ് നമ്മൾ എന്താണ് നാടൻ പാട്ടിന് ആരാ വന്നിട്ടുള്ളത്? പാരാ നൈട്രോ ബ്രോമോ ബെൻസീൻ. ഓക്കെ, അപ്പോൾ ബെൻസീനെ എന്താണ് പാട്ടും പാടിയിട്ട് നമുക്ക് പാരാ നൈട്രോ ബ്രോമോ ബെൻസീനാക്കി മാറ്റണം. ബെൻസീനിൽ ഒക്കെ എന്ത് ആഡ് ചെയ്ത് BR2 ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് FeBr3 ഇപ്പോൾ ബ്രോമിനേഷൻ നടത്തി, പിന്നെ കുറച്ച് ചൂടാക്കുകയും ചെയ്ത്. അപ്പോൾ എന്ത് സംഭവിച്ചത്, നമ്മൾ BR നേരെ കയറിയിട്ട് ഈ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ BR, അപ്പോൾ ഇത് ബ്രോമോ ബെൻസീന്. ഇനി എന്ത് ചെയ്ത് നമുക്ക് എന്ത് വേണം, നൈട്രോ വേണം അല്ലേ, പാരാ പൊസിഷനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നൈട്രേറ്റിംഗ് മിക്സർ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് H2SO4 ഇതിൽ നിന്ന് കിട്ടുന്ന ജനറേറ്റ് ആവുന്ന എന്താണ് ന്യൂക്ലിയോഫൈലിനെയാണ്, ഇലക്ട്രോഫൈലിനെയാണ് NO2+ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നേരെ ഒന്നിക്കൽ ഈ ഓർത്തോ പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ ഈ പാരാ പൊസിഷനിൽ വരാം. അപ്പോൾ നേരെ എന്ത് ചെയ്ത് നമ്മൾ രണ്ടിനും മിക്സറാണ്. അപ്പോൾ നമ്മൾ പാരാ പൊസിഷനിൽ വരുന്ന പ്രോഡക്റ്റ് എഴുതി, എന്താണ് രണ്ടിനും പ്രോഡക്റ്റ് ചെയ്ത്. അപ്പോൾ എന്താ ഓർത്തോയിലും വരുന്ന പാരയിലും വരുന്ന, അപ്പോൾ എന്താ, അപ്പോൾ ഓർത്തോ ബ്രോമോ ബെൻസീൻ ഉണ്ടാകുന്നുണ്ട്, അതേപോലെ പാരാ ബ്രോമോ നൈട്രോ ബെൻസീനും ഉണ്ടാകുന്നുണ്ട്. ഇത് മൈനർ ആയിരിക്കും, ഇത് മേജർ ആയിരിക്കും. സിൻസ് ദ 2 substituents in the benzene ring are present at meta position, therefore the first substituent in the ബെൻസീൻ റിംഗ് ഷുഡ് ബി മെറ്റാ ഡയറക്റ്റിംഗ്. ഓക്കെ, അതതിൻ്റെ ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ പ്രൊഡക്ട്സ് കിട്ടി. അതിൽ ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ആൻസർ കിട്ടിയല്ലോ, അത്രയേ ഉള്ളൂ. അടുത്ത ബെൻസീൻ ഇനി എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ നാടൻ പാട്ടിലെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാം, നല്ല എന്താണ് ഫ്യൂഷൻ ഡാൻസ്, എന്താണ് മെറ്റാ നൈട്രോ ക്ലോറോ ബെൻസീൻ. ഓക്കെ, ബെൻസീനിലേക്ക് ആദ്യം തന്നെ എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താ ഇതിന്ന് പിന്നെയും ജനറേറ്റ് ആവുന്ന ഇലക്ട്രോഫൈലിൻ്റെ പേരാണ് NO2+. ഇത് ആക്ച്വലി റിയാക്ഷൻ മെക്കാനിസം. ആദ്യം ഇതിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോഫൈൽ ജനറേറ്റ് ആവും. ഇതാണ് നേരെ കയറിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ബെൻസീനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി, NO2 ഇവിടെ വന്നു, അപ്പോൾ നൈട്രോ ബെൻസീന്. ഇനി എന്ത് ചെയ്ത് Cl2 ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് Cl3 ഇപ്പോൾ ക്ലോറിനേഷൻ ചെയ്ത്. അപ്പോൾ എന്ത് സംഭവിച്ച്, നമുക്ക് മെറ്റാ പൊസിഷനിൽ, കാരണം എന്തുകൊണ്ടാണ് ഈ NO2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്താണ് ആ പറഞ്ഞ ഈ എന്താ ഞാൻ പറയേണ്ട ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ തൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഓർത്തോയിലും പാരാ പൊസിഷൻസിലെല്ലാം എന്ത് വരും, നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടായിരുന്നു, ഓർത്തോ പാരാ പൊസിഷൻസിലെല്ലാം എന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ചാർജ് കുറച്ച് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയായിരിക്കും മെറ്റാ പൊസിഷൻസിലായിരിക്കും. അപ്പോൾ NO2+ ആരുമായിട്ട് ലവ് ഉണ്ടാക്കുക, ഈ പ്ലസും എന്തെങ്കിലും ലവ് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇയാൾ പ്ലസിനെ റിജക്ട് ചെയ്ത് കളയും. മൈനസ് കാണുന്ന ആ മെറ്റേനെ കയറിയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൊപ്പോസൽ എടുത്തിട്ട് ചങ്ങായിട്ട് റിലേഷൻഷിപ്പിലാവും. എൻ്റെ അമ്പോ ഭയങ്കര കഥയാണല്ലോ. അപ്പോൾ എന്താ ഇതിവിടെ NO2 പിന്നെ എന്താ മെറ്റാ പൊസിഷനിൽ ക്ലോറിൻ വന്ന്, ഇതാണ് മെറ്റാ ക്ലോറോ ബെൻസീൻ. അപ്പോൾ നമ്മൾ ഫ്യൂഷൻ ഡാൻസും കഴിഞ്ഞ് അവർ തമ്മിൽ എന്താണ് ലവായി സെറ്റായി. ഇനി എന്താ ചെയ്യാം, എന്താണ് വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് കഥകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ പരീക്ഷയ്ക്ക് മിന്നിച്ചേക്കണം കേട്ടോ, എന്താണ് കഥയെല്ലാം പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ എക്സാമിനൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ സ്റ്റോറിയിലും വെറുതെ. ഇപ്പോൾ എന്താ അടുത്തത് ബെൻസീൻ ടു പാരാ നൈട്രോ ടോളുവിൻ. ഓക്കെ, ബെൻസീനിലേക്ക് CHCl3 അൻഹൈഡ്രസ് AlCl3 ഇതെന്ന സാധനം ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. കാരണം CH3 ഗ്രൂപ്പ് ഉണ്ട്, മീതൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് CH3 ഗ്രൂപ്പിൽ വരുന്ന രീതിക്ക് ടോളുവിനെ കിട്ടി. ഇനി എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും ഡൈല്യൂട്ട് H2SO4 നൈട്രേറ്റിംഗ് മിക്സർ നൈട്രേഷൻ നടത്തുന്നത്. ഇതിൽ പിന്നെയും ജനറേറ്റ് ആവുന്ന ഇലക്ട്രോഫൈലിൻ്റെ പേരാണ് NO2+. അപ്പോൾ നമുക്കിവിടെ 2 പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ എന്താ ഈ CH3 ഒരു ഓർത്തോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, അതായത് വിശാല മനസ്കതയില്ലോണ്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഓർത്തോയിലും പാരാ പൊസിഷനിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ NO2+ന് ലവ് ആവാനുള്ള സാധ്യത കൂടിയല്ലോ. ഇയാളായിട്ട് ലവ് ആവാം, ഇയാളായിട്ട് ഈ പാരാ പൊസിഷനിലായിട്ട് ലവ് ആവും, അല്ലെങ്കിൽ പിന്നെയും ഈ പറഞ്ഞ ഓർത്തോയിലേക്കെല്ലാം ലവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പ്രൊഡക്റ്റ് 2 റിലേഷൻഷിപ്സ് ഉണ്ടായി. എന്താ ഓർത്തോ പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പ് വരുന്ന ടോളുവിനും അത് മൈനറാണ്, കാരണം അത് ലെസ് ക്വാണ്ടിറ്റിയിലുണ്ടാവും. ഇതൊരു 5%, മേജർ ആയിട്ടുള്ള 95%. അങ്ങനെ വേണ്ടിക്ക് നിങ്ങളൊരു എസംഷൻ എടുത്തോ. പിന്നെ വേറെ റിലേഷൻഷിപ്പ് ഏതാ, NO2 പാരാ പൊസിഷനിൽ വരുന്ന എന്താണ് ടോളുവിൻ. അപ്പോൾ പാരാ നൈട്രോ ടോളുവിൻ, ഇതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ ജബറൻ ഐറ്റംസിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ലാസ്റ്റ് നമ്മളെന്താണ് നമ്മളെ കുട്ടികളെ എന്നാ ബോയ്സിൻ്റെ ഒപ്പന ബെൻസീനെ എന്ത് നടത്തി അസിഡോഫീനോനാക്കി മാറ്റുന്ന. അപ്പോൾ നോക്കാമല്ലോ ബോയ്സിൻ്റെ ഒപ്പന നമുക്ക് കലാപരിപാടി അടിപൊളിയാന്ന് നോക്കാമല്ലോ. അസിഡോഫിനോൺ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. കഴിഞ്ഞാൽ നമ്മൾ ആൽക്കലേഷൻ അല്ലാണ്ട് ഇത് ഇവിടെ എന്താ കലാപരിപാടി അസൈലേഷൻ. നേരെ ഫ്രിഡൽ ക്രാഫ്റ്റിന് അസൈലേഷൻ ബേച്ച് കാച്ചൽ തന്നെ എൻ്റെ മോനെ ജാതി. ബെൻസീന അസറ്റൈൽ ക്ലോറൈഡായിട്ട് ചേർത്ത്. അപ്പോൾ എന്ത് കിട്ടി, ഇത് വേണ്ടിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ഇത്, പിന്നെ എന്താ രണ്ടാമത്തെ മെത്തേഡ് ഇത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അല്ല, 2 ഒരേ സാധനം തന്നെ. അപ്പോൾ എന്താ ഇത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ആറോ കാണിച്ചിരിക്കുന്നു. ഇവിടെ ആറോ തന്നെ
അല്ല ഓക്കെ അത് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ്, രണ്ട് മെത്തേഡ്. നമുക്ക് ഈ എളുപ്പമില്ല മെത്തേഡ് നോക്കാം. എസറ്റൈൽ ക്ലോറൈഡ് ചേർത്ത് പിന്നെ എന്ത് ചേർത്ത് ഈ പറഞ്ഞ anhydrous AlCl3 ചൂടാക്കി. അപ്പോൾ എന്ത് കിട്ടി? അതായത് ഇവിടുന്ന് അപ്പോൾ COCH3 എന്ന് പറയുന്ന എസൈൽ ഗ്രൂപ്പ് ജനറേറ്റ്. അപ്പോൾ എന്താ ഇത് പ്ലസ് ആയിരിക്കും. അപ്പോൾ ഈ പ്ലസ് നേരെ കയറിയിട്ട് എവിടെ അറ്റാച്ച് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താ ബെൻസീൻ്റെ മുകളിൽ COCH3. അപ്പോൾ ഇതിനാണ് അസറ്റോഫീനോൺ. ഇതെന്തുകൊണ്ട് ഫീനോൺ ആയത്? കാരണം എന്താ ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് കീറ്റോൺ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് അത് അസറ്റോഫീനോൺ. കാരണം അസറ്റോ എന്ന് പറയുന്ന പേര് കാരണം അത് 2 കാർബൺ ഉണ്ട്. അപ്പോൾ അസറ്റോഫീനോൺ പ്ലസ് HCl. കാരണം ഇവിടുന്ന് പോകുന്ന ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു Cലും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുന്ന് പോകുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോകുന്ന ഹൈഡ്രജൻ ചേർന്നിട്ട് HCl ആയിട്ട്, അതായത് ഇവിടുത്തെ ഒരു Cl മൈനസ് ഇയാൾ ഇലക്ട്രോൺസും കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ പ്ലസ് ആയി പോകും. പിന്നെ ഒരു H+ ഉണ്ട്, ഇവർ തമ്മിൽ ലവ് ആയിട്ട് HCl ആയിട്ട് പോയി. ഇതാണ് ഇത്. എന്താണ് അവിടെ ഇത് ആക്ച്വലി അതേ സാധനം തന്നെയല്ല, ഇത് അതേ സാധനം അല്ല. ഇത് ആക്ച്വലി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് CH3CO ട്വൈസ് O ചേർത്ത് പിന്നെ anhydrous AlCl3. ഏകദേശം സെയിം കണ്ടീഷൻ, പക്ഷേ ഈ റിയേജന് വ്യത്യാസമുണ്ട്. ചൂടാക്കി അപ്പോൾ നമുക്ക് COCH3 അതേ അസറ്റോഫീനോൺ തന്നെ കിട്ടി. പക്ഷേ ഇവിടെ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട്. എന്താണ്? വിനീഗറിൽ നമ്മൾ ചേർക്കുന്ന അസറ്റിക് ആസിഡാണ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഫ്രെഡറിക് ക്രാഫ്റ്റ്സ് അസൈലേഷൻ വരെയും നമ്മളെ ബെൻസീനെ അസറ്റോഫീനോൺ ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മളെ ന്യൂജൻ പിള്ളേരുടെ കലാപരിപാടികൾ അപ്പോൾ ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും നമ്മുടെ വേദിയിൽ നമ്മളെ പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും കലാപരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു കലാപരിപാടിയുടെ ചാപ്റ്ററായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും അടുത്ത രീതിയിൽ കാണാം. അപ്പോൾ അതോടുകൂടി ഹൈഡ്രോ കാർബൺസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സക്സസ് സെലിബ്രേഷൻ നടത്തണം.